ഹായ് സുഹൃത്തുക്കളെ, നേഴ്സ് എന്നോട് പറഞ്ഞു പാലട മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പാലട എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അമ്മമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് മക്കൾക്ക് പാല് കൊടുക്കുന്ന ഒരു പാത്രമാണ്, അത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിട്ടുമെന്ന് നേഴ്സും പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം മക്കൾക്ക് പാല് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അമൃതയ്ക്ക് വയ്യ, എഴുന്നേറ്റേ ഉള്ളൂ, അതാണ് ഇങ്ങനെ ഏറ്റിരിക്കണേ. എന്തായാലും അമ്മമാർക്കൊരു പണിയായിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ ഇത് 3 നേരവും ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിലെ 4 പേരും ഒന്നിച്ചുള്ള ആദ്യത്തെ സെൽഫിയാണിത്. അച്ചായൻ്റെ പെങ്ങളും അച്ചായനും കൂടെ കൂടി കാണാനായിട്ട് വന്നതാണ്. അച്ചായൻ കൊച്ചുണ്ടായപ്പം അന്നത്തെ ദിവസം കണ്ടായിരുന്നു, ആൻറ്റി കണ്ടില്ല. അപ്പോൾ ആൻറ്റീനെ രാവിലെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഇളയ ആൻറ്റി വീട്ടിലുണ്ട്, അച്ചായൻ ചെന്നിട്ട് വേണം വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ വന്ന വഴി അച്ചായൻ എടുക്കാൻ നോക്കണേ, പക്ഷേ രണ്ടുപേരും ഉറക്കത്തിലാണ്, എഴുന്നേറ്റിട്ടില്ല. രാവിലെ 10 മണി കഴിഞ്ഞിട്ടുള്ളൂ, കാരണം രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. ഇപ്പോൾ ഒരാളെ എടുത്ത് അച്ചാൻ പിടിക്കുന്നതാണ്. ഫസ്റ്റിലെ ഇത് തമ്പുരുവാണിത്. പിന്നെ അച്ചാന് പോകാനായിട്ട് ഇറങ്ങിയപ്പം രാത്രി 10 മണി 11 മണിയായി ഹോസ്പിറ്റലിൽ നിന്ന് അച്ചാൻ പോയപ്പം. ഇത് വീണയാണ്. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാൻ അവരുടെ കൂടെ നിന്നൊരു സെൽഫി. ഇത് വീണയാണ്, ഇത് തമ്പുരു. നല്ല ഉറക്കമാണ്. ഇന്നിപ്പോൾ ഉഷാൻ്റിയാണ് നിൽക്കുന്നത്, ഇളയ ആൻറ്റി. ആൻറ്റിയും എൻ്റെ അമ്മച്ചിയും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അമൃതയ്ക്ക് അധികം ഏറ്റ് നടക്കാൻ പാടില്ല, അപ്പോൾ കഞ്ഞി കൊണ്ടു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, ഞാനെങ്ങും ജോലിക്ക് പോലും പോയില്ല, എപ്പോഴും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ. ഇത് അച്ചാൻ ഇറങ്ങാൻ തുടങ്ങുന്നതാണ്. രണ്ടുപേരും ഉറക്കമായി. സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യേണ്ട തലേദിവസം ഉഷാൻ്റിയും ഓമനാൻ്റിയും കൂടിയാണ് നിന്നത്. അവർ പയ്യെ ആട്ടി ഉറക്കുന്നതാണ് ഈ കാണുന്നത്. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ഒറിജിനൽ പേര് കൊടുക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പേരിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവരുടെ പേരൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കണ്ടുവച്ചത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനും അമ്മച്ചിയാണ്. വീട്ടിൽ വിളിക്കുന്നത് തമ്പുരു വീണാന്നും. ഒറിജിനൽ പേര് പുണ്യ അമൽദേവും പൂജ അമൽദേവെന്നുമാണ്. നമ്മുടെ കലാപരിപാടികൾ 11 മണിക്ക് നാടകം തുടങ്ങി. തലവേന ഉറങ്ങി കൊടുക്കട്ടെ. ആ പുള്ളിക്ക് കിടന്നു കുടിക്കണം. അന്ന് നേഴ്സുമാര് വന്ന് കൊടുക്കുന്നു, കിടന്നു കൊടുക്കുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടല്ല അവർ പറഞ്ഞു.